നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കാണണം. നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വേർതിരിച്ച് അല്ലെങ്കിൽ അവരെ ജാതിപരമായി വേർതിരിച്ച് വോട്ട് നേടുക എന്നുള്ളതാണല്ലോ ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ഒരു തന്ത്രം. സുവേന്ദു അധികാരി അധികാരത്തിൽ വന്നതിന് ശേഷം പശ്ചിമ ബംഗാളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് പശുക്കൾ ചത്തൊടുങ്ങിയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. സാധാരണ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഉപദ്രവിക്കാനും അവരെ കൊല്ലാനും നാട്ടിൽ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു ഈ വേട്ടാവളിയും, അതായത് ഈ ഗോ സംരക്ഷക കൊണാണ്ടർ എന്ന് പറഞ്ഞ് അടക്കുന്നവന്മാര് ഈ പശുവിനെ മാതാവായിട്ട് പൊക്കിക്കൊണ്ട് നടന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോരുത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാളിലൊക്കെ നൂറുകണക്കിന് പശുക്കൾ ചത്തുകിടക്കുന്ന ആ ദയനീയ കാഴ്ച നമ്മളെല്ലാവരും സമൂഹ മാധ്യമങ്ങളിലും വീഡിയോയിലൊക്കെ കണ്ടതാണ്. പക്ഷേ ഇതിനെക്കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ മല നമ്പ്യാരെ പോലുള്ളവരോ കർമ്മ കക്കൂസിലെ മറ്റേ വേട്ടാവളിതി ചേച്ചിയെ പോലുള്ളവരൊന്നും ഇല്ല. അവരൊന്നും ഈ വാർത്ത ഒന്നും കാണത്തില്ല. ഇനി ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാൾ ഒരു പശുവിനെ അടിക്കുന്നതോ ഉപദ്രവിക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ അത് വാർത്തയാകും. വേണമെങ്കിൽ അവനെ എൻകൗണ്ടർ ചെയ്ത് കൊന്നുകളയും നമ്മുടെ യോഗിജിയുടെ പോലീസ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു മൃഗത്തെ, ഒരു പശുവിനെ വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന ഒരു വീഡിയോ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല. അത് കാണിച്ചു കഴിഞ്ഞാൽ അത് യൂട്യൂബ് പോളിസിക്ക് എതിരായതുകൊണ്ട് അത് അവർ നമ്മുടെ വീഡിയോ എടുത്ത് റിമൂവ് ചെയ്ത് കളയും. കഴിഞ്ഞ ദിവസം 2-3 വീഡിയോ കണ്ടപ്പോഴത്തേക്ക് വളരെ സങ്കടം തോന്നിപ്പോയി. അതായത് ഈ 14 വയസ്സ് കഴിഞ്ഞാൽ ഈ ഗോമാതാവിനെ ഇവരങ്ങ് ഉപേക്ഷിക്കും. പിന്നെ ഇതിന് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. കാരണം 14 വയസ്സ് പൂർത്തിയായോ ഇല്ല എന്നുള്ളത് തെളിയിക്കണം. പിന്നെ ഇവർ പറയുന്ന അറവുശാലയിൽ മാത്രമേ ഇതിനെയൊക്കെ അറുക്കാൻ പാടുള്ളൂ. സത്യം പറയല്ലോ, ഇവന്മാരെ പോലത്തെ മരപ്പൊട്ടന്മാർ, ഇവന്മാരെ പോലുള്ള മരവാഴകളാണ് നമ്മുടെ രാജ്യത്തിന്റെ അപമാനം. നമ്മുടെ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ തല കുനിപ്പിക്കുന്നത് യവനെ പോലുള്ള വേട്ടാവളിമാരാ. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി US സന്ദർശിക്കുന്ന സമയത്ത് അവിടുത്തെ വിദേശകാര്യ മന്ത്രിയായിട്ട് സംസാരിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് മൂക്കത്ത് വിരലും വെച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തിന്റെ ഒരേ ഒരു പ്രധാനമന്ത്രിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് നമ്മുടെയൊക്കെ വിശ്വഗുരുവായിട്ടുള്ള നരേന്ദ്രമോദിജിക്ക്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിത് ഈ വീഡിയോ ഒന്ന് കാണണം. 2 വീഡിയോകളുണ്ട്. ഒന്ന്, ഈ പൂനൂലിട്ട ബ്രാഹ്മണന്മാരെന്ന് പറയുന്നവരുണ്ടല്ലോ, അവര് മാംസമൊന്നും ഭക്ഷിക്കാത്തവരെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള കമന്റ് നിങ്ങൾ അറിയിക്കണം. അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലിട്ടൊന്ന് പോവാം. നിങ്ങളിപ്പോൾ ഈ കണ്ട ഈ ഒരു വീഡിയോ ഇല്ലേ, ഒരു ചത്ത പശുവിനെ, ബീഹാറിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഇതിനെ നേരെ കൊണ്ടുവന്നിട്ട് പുഴയിലേക്ക് അങ്ങ് തള്ളുക. ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. ഒരു ഗോമാതാ സംരക്ഷകരുമില്ല, ഒരു ചെറ്റകളുമില്ല. പാവം മുഹമ്മദ് അഖ്ലാഖിനെ പോലുള്ള 10-80 വയസ്സുള്ളൊരു മനുഷ്യന് ഈ പശുവിന്റെ പേരിൽ വീട്ടിൽ മാംസം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറ്റകൾ ആ പാവം മനുഷ്യനെ കൊന്നു കളഞ്ഞത്. എത്രയോ പാവം പിടിച്ച ദളിതന് ഈ പേരും പറഞ്ഞുകൊണ്ട് ഇവന്മാർ കൊന്നു കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ണു തുറന്നൊന്ന് കണ്ടോളൂ. ഹലോ ഗൈസ്, നിങ്ങളിത് കണ്ടോ? ഇത് ഗോമാതാവിനെ ഒരിക്കലും ഒന്നും ചെയ്യരുത്, അതിനെ പൂജിക്കണമെന്ന് പറയുന്ന ടീമുകളാണ്. പൂണൂലും ഇട്ട് കുടുംബയൊക്കെ ഉള്ള ഈ ടീമുകളാണ് അതിനെ കൊന്ന് അവര് ട്രിപ്പാണ് കൊന്നങ്ങോട്ട് ജസ്റ്റ് അടിപൊളിയായിട്ട് കറി വെച്ച് കഴിക്കുക, ബീഫ് കഴിക്കുക. എത്രയോ പാവം മനുഷ്യരെയാണ് ഇവന്മാരുടെ വാക്ക് കേട്ടിട്ട് ഈ ഇവന്മാരുടെ അടിമകളായ ആളുകൾ പോയി തല്ലിക്കൊന്നിട്ടുള്ളത്. സുനിലേട്ടാ, സമൂഹത്തിൽ തെറ്റിദ്ധാരണ പടർത്തരുത്. അത് ഗോമാംസമോ ഗോമാതാവൊന്നുമല്ല. നോക്കി, നന്നായിട്ട് നോക്കിയത് ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾ കാണാത്തോണ്ട് അത് മറ്റേ നമ്മുടെ പച്ചക്കറിയാണ്, സോയാബീനാണെന്ന്. പച്ചക്കറിയാണ്, നന്നായിട്ട് നോക്കും. നമ്മൾ വെറുതെ ആരോടെങ്കിലുമുള്ള വിയോജിപ്പ് കൊണ്ട് എന്തും പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. സോയാബീനാണ്, സ്വയം സോയാബീനാണ്. സോയാബീൻ ആയതുകൊണ്ടാണെന്ന് വേവാൻ, തേങ്ങ കുത്തിട്ട് വറുത്ത് പൊരിച്ച് അത് വേവാനുള്ള സമയം പോലും കാത്തിരിക്കുന്നില്ലല്ലോ. കിട്ടിയ പാടെ ചോര അടക്കം മിണുക്കാന്ന് മണുക്കല്ലേ, അടിച്ചു കയറ്റിയല്ലേ. അത് സോയാബീനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര മനുഷ്യന്മാർ തല്ലുകൊണ്ട് അവരുടെ ജീവിതം നരകയാതന അനുഭവിക്കുന്ന രൂപത്തിലേക്ക് കിടപ്പ് രോഗികളായി തല്ലുകൊണ്ട് അഖിലാക്കടക്കമുള്ള വയോവൃദ്ധന്മാരായ മനുഷ്യന്മാർ മരണപ്പെടാൻ, കൊലയ്യപ്പെടാൻ ഇടയാക്കിയത് ഈ ഗോമാംസത്തിൻ്റെ പേരിലാണ്. എന്നിട്ട് ആർക്കു വേണ്ടിയാണോ, എന്ത് ആശയത്തിൻ്റെ പേരിലാണോ ഇതൊക്കെ ചെയ്തത്, ആ മനുഷ്യർ വെട്ടി മിണുകയാണ്. തേങ്ങാ കൊത്തിട്ടൊന്ന് വറുത്ത് പൊരിച്ചു വരാനുള്ള സമയം പോലും കാത്തിരിക്കാൻ അവർക്ക് വയ്യ.
മണുങ്ങാന്ന് അടിക്കുകയാണ്. ഗോമാതാവിനെ അടിച്ച് കയറ്റുകയാണെന്ന്, ചോര പോലും കളയാതെ പച്ചക്ക് വെട്ടി വിഴുങ്ങുക. എന്നിട്ട് നാട്ടുകാരോട് പറയാണ് അത് വിശുദ്ധ പശുവാണെന്ന്. എന്തൊരവസ്ഥയാന്ന് നോക്കി. ഈ നാടകം നമ്മൾ ഈ നാട്ടിലുള്ള എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും മനസ്സിലാക്കണം. ഹലാല് ബോർഡ്, ഹലാല് ഭക്ഷണങ്ങൾ ബഹിഷ്കരിക്കണം, നിരോധിക്കണമെന്നൊക്കെ ആക്രോശിച്ചിട്ട് അവസാനം എന്തായി? ഒമാനുമായിട്ട് കരാറിൽ ഏർപ്പെട്ട് ഒമാൻ നൽകുന്ന ഏത് വിഭവങ്ങളും ഹലാൽ ഉൽപ്പന്നങ്ങൾ തരാമെന്ന്. നമ്മൾ ഈ നാട്ടിൽ ഏകോദര സഹോദരങ്ങൾ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനി എന്നാ മനസ്സിലാക്കുക? ഒക്കെ കള്ളന്മാരാ, കപട രാഷ്ട്രീയമാണ്, കപട ദേശസ്നേഹമാണ് ഇതൊക്കെ. ഒന്നുമില്ലെങ്കിൽ സുമേഷിനെ പോലെ ആത്മാർത്ഥമായിട്ട് കറക്കാനെങ്കിലും വരണം. കറക്കണം സുമേഷേ, കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡ് കറക്കണ. സുനിൽ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ഫേസ്ബുക്ക് പേജിനകത്താണ് ഈ ഒരു വീഡിയോ വന്നത്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇതൊരു AI ക്രിയേഷൻ വീഡിയോ ആയിരിക്കും എന്ന് വിചാരിച്ചു. കാരണം പൂനൂലൊക്കെ ഇട്ട് കുടുംബയൊക്കെ വെച്ചിട്ട് ബ്രാഹ്മണ വിശ്വാസത്തിൽ ജീവിക്കുന്നവർ, പശുവിനെ അത്രത്തോളം പവിത്രമായിട്ട് കാണുന്ന ആളുകളാണ് ഗോമാതാവിനെ പച്ചക്ക് വെട്ടി നരഭോജികൾ ഭക്ഷിക്കുന്ന കണക്ക് ലവന്മാർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ പാവങ്ങളെയാണ് ഈ ചെറ്റകൾ ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ട് ഈ ഗോമാതാവിന്റെ പേരിൽ തല്ലിക്കൊന്നിരിക്കുന്നത്. എത്രയോ ആളുകൾ ഇന്നും അവശതയായിട്ട് പല സ്ഥലങ്ങളിലും കഴിയുന്നു. ഈ കഴിഞ്ഞ ബക്രീദിന് മുസ്ലിങ്ങൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇനി ഗോമാതാക്കളെ അറുക്കുന്നില്ല, പകരം ഞങ്ങൾ ആടിനെ അറുത്തോളാം എന്ന് പറഞ്ഞു. ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സംഘപരിവാറിന്റെ ആസനത്തിലാണ് അടി കിട്ടിയത്. കാരണം അമ്മാതിരി കൊടുക്കലല്ലേ കൊടുത്തത്. ഒരു പ്രഖ്യാപനവും നടത്തി ഇതിനെ ദേശീയ മൃഗമായിട്ട് സർക്കാർ അംഗീകരിക്കണമെന്ന്. അപ്പൊ നമ്മുടെ യോഗിജി പറഞ്ഞതാണ് ദേശീയ മൃഗമായിട്ടൊന്നും അംഗീകരിക്കണ്ട, കാരണം ജനിക്കുമ്പോഴേ നമ്മുടെ അമ്മയായിട്ട് തന്നെയാണല്ലോ കാണുന്നത്. അതിനൊരു പ്രത്യേകിച്ച് ഒരു പേരോ പരിവേഷമോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് പൊട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത്. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോഴല്ലോ നിങ്ങളൊക്കെ ചിന്തിക്കണം, നിങ്ങൾക്ക് മനുഷ്യരാകാൻ ശ്രമിക്കണം. സംഘപരിവാറും അല്ലെങ്കിൽ ഈ RSS എന്ന് പറയുന്നത് മനുഷ്യനായിട്ട് കാണാത്തവരാണ്. ഇപ്പൊ UP പോയി കഴിഞ്ഞാൽ പശുവിനെ കൊണ്ടുപോകാൻ വേണ്ടി അത്യാധുനിക സംവിധാനങ്ങളുള്ള ആംബുലൻസുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ദളിതനോ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മനുഷ്യരെ കൊണ്ടുവന്നത് കാളവണ്ടിക്കകത്തും സൈക്കിളിനകത്തൊക്കെയാണ് കൊണ്ടുവന്നത്. ചിലരൊക്കെ തോളത്തെടുത്തിട്ടുണ്ട് ഓടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രാജ്യം ഭയങ്കരമായിട്ട് കുതിച്ചങ്ങോട്ട് മുകളിലേക്ക് പോകുന്നു എന്നൊക്കെ പറയും. ഏറ്റവും കൂടുതൽ ഹലാൽ ബീഫുകൾ കയറ്റി അയക്കും. നമ്മുടെ ഉസ്താദ് പറഞ്ഞ കണക്ക് ഹലാൽ ബീഫുകൾ കയറ്റി അയക്കുന്ന എവിടുന്ന? UP നിന്നാണ്, ഉത്തർപ്രദേശിൽ നിന്നാണ്. ഈ കഴിഞ്ഞ വർഷത്തെ ബീഫ് കയറ്റുമതിയിൽ ഉണ്ടായിട്ടുള്ള ലാഭം ഏതാണ്ട് 35 കോടി രൂപയാണെന്നാണ് ഒരു കണക്ക് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആരാണ് ഇതെല്ലാം കൊണ്ടുവന്നത്? ഇതൊക്കെ കപട രാഷ്ട്രീയം. ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഇവന്മാർ കാലാകാലം ഭരിച്ച് കട്ടുമുടിച്ച് നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മരവാഴകളാണ് ഈ പറയുന്ന സംഘപരിവാർ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ട നിങ്ങൾ കൃത്യമായിട്ട് ഇതിനൊരു കമന്റ് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.